നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന ചിത്രം. ആ ചിത്രം ഇപ്പോൾ തിയേറ്ററിലെത്തിയിട്ട് ഏകദേശം 9 ദിവസത്തോളം ആയിരിക്കുന്നു. ചിത്രത്തിന്റെ ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രയാണെന്ന് നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കാം എന്ന് കരുതിയാണ് ഈ വീഡിയോ. ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് തന്നെ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം സംസാരിച്ച സമയം കളയാതെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തത് നമ്മുടെ സത്യനന്തിക്കാടാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. സത്യനന്തിക്കാടിന്റെ ഒരു സംവിധാന രീതി എന്ന് പറഞ്ഞാൽ കോടികൾ മുടക്കിയുള്ള ഒരു വലിയ സെറ്റോ അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു പാട്ടോ അല്ലെങ്കിൽ പീറ്റർ ഹെയ്നെ പോലെയുള്ള വലിയ വലിയ ആക്ഷൻ ഡയറക്ടേഴ്സിനെ കൊണ്ടുള്ള ആക്ഷനോ ഒരു വില്ലൻ പോലുമോ ചിത്രങ്ങളിൽ ഉണ്ടാവില്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധാരണ രീതിയിലുള്ള കഥ പറച്ചിലും സാധാരണക്കാർക്ക് ദഹിക്കുന്ന കഥയും സംഭാഷണ രീതിയുമെല്ലാമാണ് അദ്ദേഹം വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന ചിത്രത്തിലും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ ചിത്രവും അദ്ദേഹത്തിന്റെ ഈ ചിത്രവും കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിന്റെ പ്രതിഫലനം തീർച്ചയായിട്ടും നമുക്ക് ബോക്സ് ഓഫീസ് കളക്ഷനിലും കാണാൻ സാധിക്കുന്നതാണ്. ചിത്രം 9 ദിവസമായി ഇതുവരെ കൊച്ചി മൾട്ടിപ്ലക്സിൽ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് 64,59,000 രൂപയാണ്. അതൊരു നല്ലൊരു സംഖ്യയായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. ഒരു സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ ചിത്രങ്ങൾക്ക് മാത്രമേ ഈ ഒരു റേഞ്ചിനേക്കാൾ കൂടുതൽ ഈ ഒരാഴ്ച കൊണ്ട് കളക്ട് ചെയ്യാൻ സാധിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു സംഖ്യയായിട്ട് കണക്കൂട്ടേണ്ടി വരും. ചിത്രം മിക്ക ഷോസും മൾട്ടിപ്ലക്സുകളിൽ ഹൗസ്ഫുള്ളായിട്ട് തന്നെയാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് തിരുവനന്തപുരം മൾട്ടിപ്ലക്സിലെ കണക്കാണ്. തിരുവനന്തപുരം മൾട്ടിപ്ലക്സിൽ എന്ന് പറയുമ്പോൾ ഒടിയൻ എന്ന് പറയുന്ന ചിത്രം തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ഗ്യാപ്പിൽ പോലും സത്യനന്തിക്കാടിന്റെ ഈ ചിത്രം ഫഹദ് ഫാസിൽ സത്യനന്തിക്കാടിന്റെ ഈ ചിത്രം അവിടെ ഹിറ്റായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. തിരുവനന്തപുരം മൾട്ടിപ്ലക്സിൽ നിന്ന് ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത് 87,70,500 രൂപയാണ്. അതൊരു ഉയർന്ന സംഖ്യയാണ്, വെറുതെ ഒരു കുഴപ്പമില്ലാത്തതൊന്നല്ല, നല്ലൊരു സംഖ്യ തന്നെയായിട്ട് കണക്ക് കൂട്ടേണ്ടി വരും. ഈ ആഴ്ചക്കുള്ള അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ചിത്രം അവിടെ 1 കോടി കടക്കും എന്നുള്ളൊരു കാര്യം കൂടി ഗ്യാരണ്ടിയാണ്. ചിത്രം ഇതുവരെ മൊത്തം ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടിയിരിക്കുന്നത് 11,03,00,000 രൂപയാണ്. ചിത്രത്തിന്റെ മുടക്കുമുതൽ വളരെ കുറവാണ്. ഏകദേശം 3.5 കോടി രൂപയോളം മാത്രമാണ് ചിത്രത്തിന്റെ മുടക്കുമുതൽ. അതുകൊണ്ട് തന്നെ ഒരാഴ്ചകൾ കൊണ്ട് ചിത്രം തിയേറ്ററിൽ നിന്ന് മാത്രമായിട്ട് പ്രോഫിറ്റ് നേടിയിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ. ചിത്രത്തിന്റെ ബാക്കിയുള്ള ബിസിനസ് കാര്യങ്ങളെല്ലാം എക്സ്ട്രാ വരുന്നതാണ്. തിയേറ്ററിൽ നിന്ന് മാത്രമായി ചിത്രം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുന്നത് 11,03,00,000 രൂപയാണ്. അത് ചിത്രത്തെ സാമ്പത്തിക വിജയമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.